എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കുന്നത് ഈ കർക്കിടക വാവിന് മുൻപ് വീടുകളിൽ കണ്ടേക്കാവുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നുവെന്നും അതുവഴി നിങ്ങളുടെ കുടുംബത്തിന് നല്ല കാലം വരാൻ പോകുന്നു അതിനുള്ള ഒരു സൂചനയാണ് അത് തരുന്നത്. നമുക്കറിയാം, മറ്റെല്ലാ മതങ്ങളും പറയുന്നത് പോലെ ഹൈന്ദവ വിശ്വാസപ്രകാരവും ഈ പിതൃക്കൾക്ക്, അതായത് മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോഴുള്ള ഈ തലമുറകൾ ജീവിച്ചിരിക്കുന്നത് മുൻപ് അവരുടെ പിതൃക്കൾ ജീവിച്ചിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ പിതൃവിൻ്റെ എല്ലാവിധ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും കഴിവുകളും കഴിവുകേടുകളും എന്ന് തുടങ്ങി സർവ്വതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പുതുതലമുറയിൽപ്പെട്ട സന്തതികൾക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് നിങ്ങളുടെ പിതൃസ്ഥാനീയർക്കോ അല്ലെങ്കിൽ മാതൃസ്ഥാനീയർക്കോ ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ വലിവ് പോലുള്ള ശ്വാസം മുട്ടൽ ഇത്യാദി അസുഖങ്ങൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ തീർച്ചയായും അതിപ്പോഴുള്ള തലമുറയിൽപ്പെട്ട നിങ്ങൾക്കും വന്ന് കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ വളരെ ചെറുപ്പമാണെങ്കിൽ അത് കണ്ടേക്കണമെന്നില്ല. കാരണം ഈ 48 വയസ്സ് മുതൽ 55 വയസ്സിന് ശേഷമാണ് ഇത്തരം അസുഖങ്ങൾ അതിൻ്റെ ആ ഒരു പ്രഭാവം പുറത്തേക്ക് കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൺമറഞ്ഞു പോയ കാരണവന്മാർക്ക്, അതിപ്പോൾ നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, നിങ്ങളോടുള്ള അവരുടെ ആ സ്നേഹം അത് അവർക്ക് മറക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്നാൽ അവരുടെ നേർപാതിയാണ് നിങ്ങളെന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതവർ സ്വപ്നങ്ങളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും എല്ലാം ഇങ്ങനെയുള്ള ഈ വാവ് പോലുള്ള ദിവസങ്ങളിൽ, അതായത് അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ആ ദിവസങ്ങളിൽ പ്രകടമാകും. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം വിശ്വാസം അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് പറയാൻ കാരണം അവർക്ക് ഈ കർക്കിടക വാവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സാധാരണഗതിയിൽ നിന്നും ഇരട്ടി ശക്തി കൂടുമെന്നും അവരിൽ നിന്നും ആ സമയം നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അത് സർവ്വവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ പോകുന്ന ഒരു അത്താണി എന്നോണം നമ്മളിൽ പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം ഇരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ കർക്കിടക വാവ് ബലി ഇടുന്നതിലെ ആ ഒരു യാഥാർത്ഥ്യവും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സ്മരിക്കുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും കർക്കിടക വാവ് ബലിതർപ്പണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നു. ഇത് വാസ്തവത്തിൽ ഞാനിവിടെ പറയാതെ തന്നെ ഏവർക്കും അനുഭവമുള്ള കാര്യമാണെന്ന് അറിയാം. എന്നാലും ഈ വാവെടുത്തു വരുമ്പോൾ ഇങ്ങനെയൊരു വിഷയം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതി ഇന്നിവിടെ ഇത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ വാവിന് മുന്നോടിയായി നിങ്ങളുടെ വീടുകളിൽ കണ്ടേക്കാവുന്ന ആ 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അതിൽ ഒന്നാമത്തെ ലക്ഷണം, വീട്ടിൽ കാണുന്ന ഐശ്വര്യപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പരസ്പരമുള്ള ഐക്യം വന്നു ചേരുക, അതിൻ്റെ ഭാഗമായി വീട്ടിൽ സന്തോഷവും സമാധാനവും വർദ്ധിച്ചു വരിക. അതുകൊണ്ട് തന്നെ മുൻപ് ഇതേ അവസരങ്ങളിൽ ഓരോന്ന് പറഞ്ഞ് കലഹിച്ച സാഹചര്യം ആ വീട്ടിലുണ്ടെങ്കിൽ അതേപോലെയുള്ള സെയിം സാഹചര്യത്തിൽ സന്തോഷവും സമാധാനവുമായിരിക്കും ആ വീട്ടിൽ ദൃശ്യമാവുന്നത്. മാത്രവുമല്ല, ചെറിയ കലഹങ്ങൾ പോലും ഇല്ലാതാവുക, അംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും കൂടുക, അതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി വീട്ടിൽ ലക്ഷ്മി കടാക്ഷം അഥവാ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. ഈ വാസ്തവം പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും സമാധാനക്കേടും ഒഴിഞ്ഞു പോയാൽ തന്നെ ആ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുമെന്നത് ആരും പറയാതെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത, നിങ്ങൾക്ക് നിങ്ങളുടെ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ അതൊരു തടസ്സവുമില്ലാതെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടുക. മാത്രവുമല്ല, വീടുകളിൽ പ്രത്യേകിച്ചും നമ്മളെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വീട്ടിലെ ചെടികളെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ചെടികൾ ഈ പറഞ്ഞ ഈ ഒരാഴ്ചയിൽ പെട്ടെന്ന് തഴച്ചു വളരുക, പൂവിടുക, അങ്ങനെയുള്ള ചില ദൃഷ്ടാന്തങ്ങളും കാണാം.
അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഈ കിളികൾ കൂടുകൂട്ടാൻ വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ വീടിനോട് ചേർത്ത് നിങ്ങൾ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങളിലോ വന്നു ചേക്കേറുക എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അതുപ്രകാരം ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നു അല്ലെങ്കിൽ കിട്ടിത്തുടങ്ങി എന്നതിൻ്റെ ആ ഒരു ശുഭ സൂചനയായിട്ടും ഇതിനെ മനസ്സിലാക്കണം. ഇനി അടുത്തത് രണ്ടാമത്തെ ലക്ഷണം, ശുഭകരമായ സ്വപ്ന ദർശനങ്ങൾ വാവിന് മുൻപുള്ള ദിവസങ്ങളിൽ കാണാനിടയാകുക. ഇത് പറയാൻ കാരണം നമ്മളിവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പരേതാത്മാക്കൾക്ക് ഭൗതിക ശരീരം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്വപ്നത്തിലൂടെയും ഇനി അതുപോലുള്ള മറ്റ് ദൃഷ്ടാന്തങ്ങളിലൂടെയും ഒക്കെ മാത്രമേ ആ ഒരു അവരുടെ പ്രസൻസ് നമ്മളെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ അവസരങ്ങളിൽ, അതായത് ഈ വാവെടുക്കുന്നതിനും ഏകദേശം 5 ദിവസം വരെയുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് ശുഭകരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിച്ചേക്കും. അതായത് നിങ്ങളുടെ മൺമറഞ്ഞു പോയ പിതൃക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങളോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതായോ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതായിട്ടുള്ള ആ രംഗങ്ങൾ അവ ദൃഷ്ടാന്തങ്ങളായി സ്വപ്ന ദർശനത്തിലൂടെ പകർന്നു തന്നേക്കാം. ഈ പറഞ്ഞതുപോലുള്ള ഇത്യാദി ദർശനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങളുടെ പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുന്ന രീതിയിലായിരിക്കാം ഈ സ്വപ്ന ദർശനങ്ങൾ നിങ്ങൾക്ക് വന്നുപെടുന്നത്. എന്ന് വെച്ചാൽ ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു വസ്തു കളവ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം അത് തെളിവില്ലാത്ത രീതിയിൽ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ആ സമസ്യയ്ക്ക് ഒരു ഉപാധിയായി ചില ദൃഷ്ടാന്തങ്ങൾ പിതൃ കാണിച്ചു തന്നേക്കാം. പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ സ്നേഹനിധികളായ പിതൃക്കൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അശുഭകരമായതോ ആയ സ്വപ്ന ദർശനങ്ങൾ പൊതുവെ കാണിക്കാറില്ല. അതിനു പകരം മനസ്സിൽ സമാധാനം നൽകുന്ന ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് അവർ അനുഗ്രഹിക്കുകയാണ് പതിവ്. ഇത്രയുമാണ് സ്വപ്ന ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ ലക്ഷണം, മനസ്സിന് ലഭിക്കുന്ന സമാധാനവും ആ ഒരു പോസിറ്റിവിറ്റിയും. ഇത് ഒരു വേറെ ലെവലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ദീർഘകാലമായിട്ടുള്ള ദുഃഖദുരിതങ്ങൾ അത് ഓരോ ദിവസവും ഒന്നിനൊന്ന് കൂടി നിൽക്കവേ അതിനുള്ള ആ ഒരു പരിഹാരം എന്നോണം എന്തെന്നില്ലാത്തൊരു മനസമാധാനവും ആനന്ദവും നിങ്ങൾക്ക് അനുഭവപ്പെടുക. അതായത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ അകാരണമായ വ്യസനങ്ങളും പിരിമുറുക്കങ്ങളും നിറഞ്ഞു നിന്നതെങ്കിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊരു ദൃഷ്ടാന്തം അനുഭവപ്പെട്ടേക്കാം. അതോടുകൂടി ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം മാറി പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായി തീരും. ഇത് പിതൃക്കളുടെ സാന്നിധ്യം നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ആ ഒരു സൂചന എന്നോണം വേണം ഇതിനെ മനസ്സിലാക്കിയിരിക്കാൻ. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അവയെ സമീപിക്കാനും ഈ പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് നേരിടാനും സാധിക്കുമെന്നതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. മാത്രവുമല്ല, ഈ ദിവസങ്ങളിൽ വീട്ടിലൊരു പ്രത്യേക സുഗന്ധം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരു മന്ദമാരുതൻ പോലെ നല്ല ഊർജ്ജപ്രവാഹം വീട്ടിലൂടെ പ്രവഹിച്ചു പോകുന്നതായിട്ട് തോന്നുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കണ്ടാൽ അതിനർത്ഥം പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ആ ഒരു ഉറപ്പായി കാണാം. പ്രത്യേകം ഓർക്കുക, ഇതിലെല്ലാ ലക്ഷണങ്ങളും നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണണമെന്നില്ല. ഇതിൽ പറഞ്ഞ ഏതെങ്കിലും 2 3 അല്ലെങ്കിൽ അതിലധികമോ ലക്ഷണങ്ങൾ വന്നേക്കാം. എന്നാലും പൊതുവായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ വെച്ച് ഒരു വീഡിയോ തയ്യാർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയൊരു പക്ഷേ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുകയോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ശക്തമായി അനുഭവപ്പെടുകയോ ചെയ്താൽ അത് വരും ദിവസങ്ങളിൽ ദയവായി ഇവിടെ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരപ്രദമാകും. മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി നമുക്കറിയാൻ സാധിക്കും. ഈ വസ്തുതകൾ അവസാനം ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, ഈ വാവ് ദിനത്തിൽ നിങ്ങൾ ചെയ്യുന്ന ബലിതർപ്പണവും പ്രാർത്ഥനകളും നിങ്ങളുടെ പിതൃക്കളെ കൂടുതൽ പ്രീതിപ്പെടുത്താനും അവരുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാകാനും അതൊരു സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.